പ്രൈസ് ദി ലോർഡ്. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. പ്രാണനെ ആത്മാവിനെയും സന്ധിമഞ്ചുകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണ്. ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. എങ്കിലും സാഹസം എൻ്റെ കൈകളിൽ ഇല്ല, എൻ്റെ പ്രാർത്ഥന നിർമ്മലമാത്രേ. ഇന്നത്തെ ഈ ദൈവജന സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന ഭാഗം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് നിർമ്മലത. ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന അങ്ങയുടെ ജീവിതത്തിൽ നിർമ്മലമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും നിർമ്മലത, പ്യൂരിറ്റി കൈവിടാതെ മുൻപോട്ട് പോകുന്നൊരു വ്യക്തിയായിരിക്കും താങ്കൾ. എന്നാൽ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നിർമ്മലത കൈവെടിയാൻ, നിർമ്മലതയിൽ കുറച്ച് അയവ് വരുത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഏതെങ്കിലും ജീവിത സാഹചര്യമുണ്ടെങ്കിൽ, വിട്ടുവീഴ്ച വരുത്തുവാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പരിശുദ്ധാത്മ ഓർപ്പിക്കുകയാണ്, ഒരിക്കലും നിങ്ങളുടെ നിർമ്മലത കൈവിടരുത്, പ്യൂരിറ്റി കൈവിടരുത്. ഇവിടെ പറയുന്നു, എൻ്റെ പ്രാർത്ഥന നിർമ്മലമാണ്. നിർമ്മലമായ പ്യുവറായിട്ടുള്ള പ്രയറാണ്. പ്യുവർ പ്രയർ. നിർമ്മലത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹൈപ്പോക്രസി ഒന്നുമില്ല, മറഞ്ഞിരിക്കുന്ന പാപങ്ങളില്ല. സിൻസിയറ, ജെനുവിന. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതാണ്, ജെനുവിന. ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയോട് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ, മറ്റു മനുഷ്യരോട് ഇടപെട്ട് കഴിഞ്ഞാൽ, അത് കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ, സ്വന്തം കുടുംബത്തിലുള്ളവരാകട്ടെ, സ്വന്തം സഭയിലുള്ളവരാകട്ടെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ജെനുവിനായിരിക്കണം, മറയില്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നത്. ഒരുപക്ഷെ നിങ്ങളോട് തന്നെ പറയുന്നുണ്ടായിരിക്കും, എനിക്ക് വക്രത കാണിക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് അങ്ങനെ ഇടപെടാൻ അറിയത്തില്ല, അവരൊക്കെ ഇടപെടുന്നത് പോലെ തന്ത്രങ്ങളൊന്നും എനിക്കറിയത്തില്ല, ഹൈപ്പോക്രസി ഒന്നും എനിക്കറിയത്തില്ല, എനിക്ക് നിർമ്മലമായി ജീവിക്കാനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിർമ്മലമായി ജീവിക്കുന്നത് കൊണ്ട് തന്നെ പല നഷ്ടങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ വക്രത കാണിച്ചിരുന്നെങ്കിൽ, ബുദ്ധിപരമായ തന്ത്രപരമായ കാര്യങ്ങൾ നീക്കിയിരുന്നെങ്കിൽ എനിക്ക് ചില പരാജയങ്ങൾ സംഭവിക്കത്തില്ലായിരുന്നു. ഞാൻ നിർമ്മലനായി പ്യുവറായിട്ട് ജീവിച്ചുകൊണ്ടാണ്, സത്യസന്ധമായി ജീവിച്ചതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, സഹോദര സഹോദരി, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ദൈവഹിതത്തിനകത്താണ് നിൽക്കുന്നത്. ദൈവത്തിന് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ പ്യുവറായിട്ട് ജീവിക്കുന്നത്, നിങ്ങൾ നിർമ്മലമായിട്ട് ജീവിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിനകത്തെ വാല്യൂസിനകത്ത് അയവ് വരുത്താത്തത് ദൈവത്തിന് ഇഷ്ടമാണ്. ഇന്നലകളിൽ സംഭവിച്ചു നഷ്ടങ്ങൾ, നിർമ്മലമായി ജീവിച്ചതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്താൻ പോവുകയാണ്. നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്താൻ പോവുകയാണ്. നിങ്ങളുടെ പ്യൂരിറ്റിക്ക് കുറവ് വരുത്തരുത്. നിങ്ങളുടെ നിർമ്മലമായി ജീവിക്കുന്ന ആ ജീവിതത്തിന് മാറ്റം വരുത്തരുതെന്ന് കർത്താവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇയ്യോബ് പറയുകയാണ്, സാഹസം എൻ്റെ കൈകളിലില്ല, എനിക്ക് സാഹസം ചെയ്യാൻ അറിയത്തില്ല, എൻ്റെ പ്രാർത്ഥന നിർമ്മലമാണ്. ഇത് പറയുമ്പോൾ നഷ്ടങ്ങളൊക്കെ പറ്റി സ്നേഹിതന്മാരൊക്കെ ഇയ്യോബിൻ്റെ വീട്ടിൽ വന്ന് ഇയ്യോബിനോട് പല ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് ഇയ്യോബിനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാക്കിയൊക്കെ നിർത്തിയിരിക്കുമ്പോൾ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ്. ഈ 17-ാം വാക്യത്തിൽ എൻ്റെ പ്രാർത്ഥന നിർമ്മലമാണ്, എൻ്റെ കൈകളിൽ സാഹസമൊന്നുമില്ലെന്ന് പറയുന്നത്. എങ്ങനെ പറഞ്ഞു തുടങ്ങിയെന്ന് കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നിരിക്കുന്നു, എൻ്റെ കണ്ണിന്മേൽ അന്ധതമസ് കിടക്കുന്നു, എങ്കിലും സാഹസം എൻ്റെ കൈകളിലില്ല. ഇനി മെസ്സേജ് കേൾക്കുന്ന എത്ര പ്രിയപ്പെട്ടവർക്ക് തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റും, കരഞ്ഞ് എൻ്റെ മുഖമൊക്കെ ചുവന്നിരിക്കുക, ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് ഞാൻ കരയുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്, ബട്ട് എനിക്കിന്ന് പറയാൻ പറ്റും, സാഹസം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എൻ്റെ പ്രാർത്ഥന നിർമ്മലമാണ്.
ഞാൻ അഹങ്കാരത്തോടെ, തന്ത്രങ്ങളോടെ, വക്രതയോടെ ഒന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ നിർമ്മലമായിട്ടാണ് ഇടപെട്ട്. എൻ്റെ കൈകളിൽ സാഹസമില്ല. എൻ്റെ പ്രാർത്ഥന നിർമ്മലമാണ്. അങ്ങനെ പറയുന്ന വ്യക്തിക്ക് 19-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുന്നത് പോലെ പറയാൻ പറ്റും. എന്താ പറഞ്ഞത്? ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കും. നിർമ്മലമായി ജീവിക്കുന്ന സഹോദരങ്ങളെ ഞാൻ പറയാം, നിങ്ങളുടെ സാക്ഷി സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണുന്ന നിങ്ങളുടെ വിറ്റ്നസ് സ്വർഗത്തിലിരിപ്പുണ്ട്. നിങ്ങളുടെ ജാമ്യക്കാരൻ ഉയരത്തിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ നിർമ്മലമായി പ്യുവറായി ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഉണ്ട്. യോബിൻ്റെ പുസ്തകം 8:20 വായിക്കുന്നു, ദൈവം നിഷ്കളങ്കനെ നിരസിക്കില്ല, ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങുകയും ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സമീപനം, നിഷ്കളങ്കന്മാരോടുള്ള ദൈവത്തിൻ്റെ സമീപനം എന്ന് പറഞ്ഞാൽ അവരെ നിരസിക്കത്തില്ല. ഇംഗ്ലീഷിൽ വായിക്കുന്ന ഇങ്ങനെ, ഗോഡ് വിൽ നോട്ട് റിജക്റ്റ് എ പേഴ്സൺ ഓഫ് ഇൻറ്റഗ്രിറ്റി. ആമേൻ. നിൻ്റെ ജീവിതത്തിനകത്ത് നീ നിർമ്മലമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല. ദൈവം നിന്നെ റിജക്റ്റ് ചെയ്യത്തില്ല. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുകൊണ്ടാ ഇന്ന വ്യക്തി, ആ വ്യക്തി ഒരു നല്ല മനുഷ്യനാണ്, ദൈവം തള്ളിക്കളയാത്തൊരു വ്യക്തിയാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വ്യക്തി ഉണ്ടല്ലോ, ആ സഹോദരൻ, ആ വ്യക്തി ഇപ്പോഴും നല്ലൊരു മനുഷ്യനാണ്. ദൈവം തള്ളിക്കളയാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ വ്യക്തിയിൽ ഒരു പ്രതീക്ഷയുണ്ട്. ദൈവം ആ വ്യക്തിയെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നു, നിഷ്കളങ്കന്മാരെ നിരസിക്കത്തില്ല, റിജക്റ്റ് ചെയ്യത്തില്ല. ഞാൻ പറയട്ടെ, ലോകത്തിലുള്ള സകലരും നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് ദൈവം നമ്മളെ റിജക്റ്റ് ചെയ്താൽ അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നേരെ മറിച്ചിട്ട് ലോകം മുഴുവൻ നമുക്കെതിരായിട്ടും ദൈവം നമ്മളെ റിജക്റ്റ് ചെയ്യാതെ ചേർത്ത് പിടിച്ചാൽ അതിനല്ലേ ഏറ്റവും കൂടുതൽ അർത്ഥമുള്ളത്. റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? സഹോദര, അങ്ങയുടെ ജീവിതത്തിൽ നിർമ്മലമായി ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളെ പരിശുദ്ധാത്മാവെന്ന് ധൈര്യപ്പെടുത്തി പറയുന്നു, നിന്നെ അങ്ങയെ ദൈവം റിജക്റ്റ് ചെയ്തിട്ടില്ല, നിരസിച്ചിട്ടില്ല, നിരസിക്കത്തില്ല. കാരണം ഇപ്പോഴും ആ നിർമ്മലതയിലാണ് ജീവിക്കുന്ന, ആ ഇൻറ്റഗ്രിറ്റിക്കകത്ത്, ആ പ്യൂരിറ്റിക്കകത്താണ് നിൽക്കുന്നത്. ഒന്ന്, നിഷ്കളങ്കന്മാരെ ദൈവം നിരസിക്കത്തില്ല. പറഞ്ഞേ, എൻ്റെ ദൈവം എന്നെ നിരസിക്കത്തില്ല, റിജക്റ്റ് ചെയ്യത്തില്ല. നിൻ്റെ പ്രാർത്ഥന റിജക്റ്റ് ചെയ്യത്തില്ല, നിൻ്റെ വാഗ്ദത്തം റിജക്റ്റ് ചെയ്തിട്ടില്ല, നിന്നോടുള്ള ദൈവത്തിൻ്റെ ദയ റിജക്റ്റ് ചെയ്യത്തില്ല. എന്തൊക്കെ പ്രൊവിഷൻസ് താങ്കളുടെ ജീവിതത്തിൽ ദൈവം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അതൊന്നും ദൈവം റിജക്റ്റ് ചെയ്യത്തില്ല, കളയത്തില്ല. നിൻ്റെ അപേക്ഷ റിജക്റ്റ് ചെയ്യത്തില്ല, നിൻ്റെ കണ്ണുനീര് റിജക്റ്റ് ചെയ്യത്തില്ല. നിഷ്കളങ്കന്മാരെ ദൈവം നിരസിക്കത്തില്ല. നിഷ്കളങ്കമായി ജീവിക്കുന്നത് കൊണ്ട് പലരും താങ്കളെ റിജക്റ്റ് ചെയ്തേക്കാം. വീട്ടിനകത്ത് റിജക്ഷൻസ് വന്നിട്ടുണ്ട്, ചർച്ചിനകത്ത് റിജക്ഷൻസ് വന്നിട്ടുണ്ട്, സൊസൈറ്റിക്കകത്ത് റിജക്ഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്വർഗത്തിലെ ദൈവം സകല ചരാചരങ്ങളെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവം നിങ്ങളെ റിജക്റ്റ് ചെയ്യത്തില്ല, നിരസിക്കത്തില്ല. അത് ദൈവത്തിൻ്റെ പ്രോമിസാണ്, അത് ദൈവത്തിൻ്റെ വചനത്തിനകത്തെ വാഗ്ദത്തമാണ്. നിരസിക്കത്തില്ല നിഷ്കളങ്കന്മാരെ. രണ്ടാമത്തെ അനുഗ്രഹം, നമ്മൾ നിഷ്കളങ്കതയോടെ ജീവിച്ചാൽ. ഇന്ന് ഒരുപാട് പേരൊന്നും നിഷ്കളങ്കതയോടൊന്നും ജീവിക്കത്തില്ല കേട്ടോ. പുറമേ നിഷ്കളങ്കരായി അഭിനയിക്കുമെങ്കിലും അവരുടെ അകത്തളങ്ങളിൽ നിഷ്കളങ്കതയില്ല. പക്ഷേ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ നിഷ്കളങ്കനായി ജീവിക്കും, നിഷ്കളങ്കയായി ജീവിക്കും. അതാണ് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം. വക്രതയില്ലാതെ ഇൻറ്റഗ്രിറ്റിയോടെ പ്യൂരിറ്റിയോടെ നീ ജീവിക്കുമെന്ന് തീരുമാനമെടുത്താൽ ഞാൻ പറയാം, നിന്നെ ദൈവം നിരസിക്കത്തില്ല. കൺസിഡർ ചെയ്യും ദൈവം, റിജക്റ്റ് ചെയ്യത്തില്ല, കൺസിഡർ ചെയ്യും, പരിഗണിക്കും. ദൈവം പരിഗണിച്ചാൽ പിന്നെ വേറെ ആര് പരിഗണിക്കണം? 2 ശമൂവേൽ 22:33 വായിക്കുന്നു, ദൈവം എൻ്റെ ഉറപ്പുള്ള കോട്ട, നിഷ്കളങ്കനെ അവൻ വഴി നടത്തുന്നു. ഹല്ലേലൂയ. ഈ വഴി നടത്തുക എന്ന് പറഞ്ഞാൽ
വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ഒന്നും ഭാവി എന്താണെന്ന് നമുക്കറിയത്തില്ല. അടുത്ത നിമിഷം നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. അടുത്ത ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ദിവസമാണ്. എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് അറിയത്തില്ല. എല്ലാം ന്യൂവാ പുതിയതാണ് അടുത്ത ദിവസം എന്ന് പറയുന്നത്, അടുത്ത നിമിഷം എന്ന് പറയുന്നത്. പക്ഷെ നിഷ്കളങ്കമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റും, ഞാൻ ഇതുവരെ ഫേസ് ചെയ്യാത്തൊരു ദിവസമാണ് നാളെ ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നത്. കാണാത്ത ആളുകളെയാണ്, കാണാത്ത സാഹചര്യങ്ങളെയാണ് ഞാൻ നേരിടാൻ പോകുന്നത്. പക്ഷേ എനിക്കതൊന്നും പേടിയില്ല. കാരണം എൻ്റെ വഴി നടത്തുന്നൊരു ദൈവമുണ്ട്. നാളെ എങ്ങനെ മുൻപോട്ട് പോകുന്നല്ല നീ ചിന്തിക്കുന്നത്. കാര്യങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും, എന്ത് തീരുമാനം എടുക്കുമെന്നല്ല താങ്കൾ ചോദിക്കുന്നത്. ദൈവവചനം പറയുന്നത് ദൈവം നിന്നെ വഴി നടത്തും. സ്വർഗത്തിലെ ദൈവം ഇടത്തോട്ട് തിരിയുമ്പോൾ വഴി ഇതാ, വലത്തോട്ട് തിരിയുമ്പോൾ വഴി ഇതാന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്യും, വഴി നടത്തും. ആരെ? നിർമ്മലന്മാരെ, നിഷ്കളങ്കന്മാരെ. ഹല്ലേലൂയ. നിഷ്കളങ്കന്മാരെ അവൻ വഴി നടത്തുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുവാണ്. അതാണ് രണ്ടാമത്തെ അനുഗ്രഹം. സ്തോത്രം. മൂന്നാമത് സങ്കീർത്തനം 73:1 വായിക്കുന്നു. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. നോക്കിക്കേ, അവിടെ വായിക്കുന്നു, ഗോഡ് ഈസ് ഗുഡ് ഫോർ മീ. ദൈവത്തിൻ്റെ ഗുഡ്നെസ് നിങ്ങൾക്ക് നേരെ വരികയാണ്. എപ്പോഴാണ്? നാം നിർമ്മല ഹൃദയന്മാരായിരിക്കുമ്പോൾ. നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു. ദൈവം നല്ലവൻ. എപ്പോഴാണ് നമ്മളൊരു വ്യക്തി നല്ലവനാണെന്ന് പറയുന്നത്? നമുക്ക് നല്ലത് ചെയ്യുമ്പോഴല്ലേ നല്ലവനാണെന്ന് പറയുന്നത്. ഇവിടെ പറയാണ് ദൈവം നല്ലത് ചെയ്യും. ആർക്കാ? സ്വകേലൊന്ന് നന്മയ്ക്കാക്കി തീർക്കും. ആർക്കാ? നിർമ്മല ഹൃദയമുള്ളവർക്ക്. നമ്മൾ പറയാറുണ്ട് കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യമല്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇവിടെ വായിക്കുന്നു, ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ്. ദൈവം നിൻ്റെ പക്ഷത്ത് നിൽക്കുമെന്ന അതിൻ്റെ അർത്ഥം. ദൈവം നല്ലത് നിൻ്റെ ജീവിതത്തിൽ ചെയ്യും, നല്ലത് വരുത്തും എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിർമ്മല ഹൃദയത്തോടെ ജീവിക്കണം. തീരുമാനം എടുക്കാവോ? ഹൃദയത്തിനകത്ത് നിർമ്മലത വിട്ടുപോകാൻ ചില കാര്യങ്ങൾ മനസ്സിനകത്ത് പിശാച് കൊണ്ട് വിതയ്ക്കുമ്പോൾ ഇന്ന് ഈ വചനത്തിൻ്റെ ശക്തി അകച്ചു. വചനം തീയാണ്, വചനം പാറയെ പിളർക്കുന്ന ചുറ്റികയാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും കതിരുകൾ ഹൃദയത്തിനകത്ത് ഉട്ടനായ പിശാച് വിതച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വചനത്തിൻ്റെ തീയാൽ കരിച്ചു കളയണം, വചനത്തിൻ്റെ ചുറ്റികയാൽ പൊട്ടിച്ചു കളയണം. ഒരിക്കലും നിർമ്മലത വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിർമ്മലതയാണ് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വിളിച്ചു വരുത്തുന്നത്. പ്യൂരിറ്റിയാണ് നിന്നെ വഴി നടത്തുന്നത്. പ്യൂരിറ്റിയാണ് നിന്നെ ദൈവം ചേർത്ത് നിർത്താൻ കാരണമാക്കുന്നത്. പ്യൂരിറ്റിയാണ് ദൈവത്തിൻ്റെ നന്മ നിൻ്റെ ജീവിതത്തിൽ വിളിച്ചു വരുത്തുന്നത്. സ്തോത്രം. യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങൾ ഞാൻ ഓർക്കുന്നു. പലതവണ ദൈവവചനം പ്രസ്താവിച്ചപ്പോൾ ഉരുവിട്ട വാക്യമാണ്. അവിടെ ഇത് തന്നെ പറയുന്നത്. 6-ാം വാക്യത്തിൽ നീ നിർമ്മലനും നേരുള്ളവനും ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നീ നിർമ്മലനാണെങ്കിൽ, നീ നേരുള്ളവനാണെങ്കിൽ, നീ പ്യുവറാണെങ്കിൽ, നീ ഇൻറ്റഗ്രിറ്റിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിൻ്റെ വാല്യൂസിനെ കൈവെടിയാതെ കൊച്ചുനാളിൽ പഠിച്ച ദൈവത്തിൻ്റെ വചനത്തിനകത്തെ വാല്യൂസ്, മൂല്യങ്ങൾ വിട്ടുകളയാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയാം, ആ വാക്യത്തിനകത്തെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതാണ്. 5-ാം വാക്യം, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവനിപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിൻ്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നിൻ്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്വമായിരിക്കും. നീ നിർമ്മലനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിൻ്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്വമാക്കും. എന്ന് പറഞ്ഞാൽ നിർമ്മലന്മാരുടെ സ്ഥിതിയെ ദൈവം വ്യത്യാസപ്പെടുത്തും. ഒന്ന് ഞാൻ പറഞ്ഞു, നിർമ്മലന്മാരെ നിരസിക്കത്തില്ല, നിർമ്മലന്മാരെ വഴി നടത്തും, നിർമ്മലന്മാർക്ക് ദൈവം നല്ലവനാണ്. അടുത്ത് പറയുന്നു, നിർമ്മലന്മാരുടെ സ്ഥിതി ദൈവം വ്യത്യാസം വരുത്തും. ആഗ്രഹമുണ്ടോ എൻ്റെ സ്ഥിതിക്കൊരു വ്യത്യാസം വരണമെന്ന്? എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ?
നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരുന്നൊരു സീസൺ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വാഗ്ദത്തങ്ങൾ നിറവേറുന്നൊരു സീസൺ വെളിപ്പെട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ശത്രുക്കൾ കാണുക മേശ ഒരുങ്ങുന്നൊരു സീസൺ, അഭിഷേകത്തോടെ മുൻപോട്ട് പോകുന്നൊരു സീസൺ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നൊരു സീസൺ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നീ നിർമ്മലനാണെങ്കിൽ, നേരുള്ളവനാണെങ്കിൽ, ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിൻ്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കി ഒരു റിസ്റ്റോറേഷൻ താങ്കളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് നിർമ്മലന്മാരോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ്, പ്രൊവിഷനാണ്, വാഗ്ദത്തമാണ്. അവരുടെ സ്ഥിതിയെ ദൈവം മാറ്റം വരുത്തും. സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ വചനം നിർമ്മല വചനമാണെന്ന് 12-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്. ആരായി നിർമ്മലത തരുന്നത്? ജനിച്ചപ്പോൾ തന്നെ നിർമ്മലരായതല്ല. നിർമ്മലരായി ജീവിക്കുവാൻ ഒരു ആഗ്രഹം, ഒരു താല്പര്യം, ഒരു ഡിസിഷൻ നമ്മുടെ ഹൃദയത്തിൽ തന്നു ദൈവമാണ്. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്താലല്ല ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു. അപ്പം വിശുദ്ധി തരുന്ന, നിർമ്മല തരുന്ന ആരാ? സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങ് തരുന്ന നിർമ്മലതയിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണമെന്ന്. നിർമ്മലതയിൽ ഒന്ന് ജീവിച്ച് നോക്ക്, സ്ഥിതി മാറുന്ന കാണാം. ഇത്രയും നാളും അല്ലാതല്ല ജീവിച്ചേ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. നിർമ്മലതയോടെ ജീവിക്കുക, ദൈവാവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. നമ്മൾ നിർമ്മലതയോടെ ജീവിച്ചാൽ, ഭാര്യ നിർമ്മലതയോടെ ജീവിച്ചാൽ ഭർത്താവിന് വ്യത്യാസം വരും. ഭർത്താവ് നിർമ്മലതയോടെ ജീവിച്ചാൽ ഭാര്യയ്ക്ക് വ്യത്യാസം വരും. ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഭർത്താക്കന്മാർ രക്ഷയിലേക്ക് വരാത്ത, ഭർത്താക്കന്മാർക്ക് മാനസാന്തരമില്ലാത്ത വീടുകളെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ, അവർ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. എന്ന് പറഞ്ഞാൽ ഭാര്യ ഈ ലോകത്തിൽ അവരുടെ വീട്ടിൽ ഭർത്താവ് കാണുമ്പോൾ, ഭർത്താവിൻ്റെ മുമ്പാകെ നിർമ്മലതയോടെ നടക്കുമ്പോൾ, നിർമ്മലമായ പ്യുവറായിട്ട് നടക്കുന്നത് കാണുമ്പോൾ, രക്ഷിക്കപ്പെടാത്ത, മാനസാന്തരപ്പെടാത്ത ഭർത്താവുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം, ഭാര്യയുടെ ജീവിതം കണ്ട് ഭർത്താവ് രക്ഷയിലേക്ക് വരും. ഒരു വചനവും പറയണ്ട, ഒരു വചനവും ഷെയർ ചെയ്യണ്ട, വചനമനുസരിച്ച് ഭാര്യ ജീവിക്കുന്നത് കാണുമ്പോൾ, നിർമ്മലമായി ജീവിക്കുന്നത് കാണുമ്പോൾ ഭർത്താവ് വചനമനുസരിക്കും. അത് നേരെ തിരിച്ച് സംഭവിക്കും. ഭർത്താവ് വചനമനുസരിക്കുമ്പോൾ രക്ഷയിലേക്ക് വരാത്ത, മാനസാന്തരപ്പെടാത്ത ഭാര്യൻ്റെ അത് കണ്ട് ആ പ്യുവർ നടപ്പ് കാണുമ്പോൾ, പ്യൂരിറ്റിക്കകത്ത് നടക്കുന്ന കാണുമ്പോൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനി മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യപ്പെടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു നമ്മളെ തന്നെ നിർമ്മലീകരിക്കണം. യേശു ക്രിസ്തുവിനെ മടങ്ങി വരാടുക്കൽ വാതിക്കൽ എത്തി നിൽക്കുമ്പോൾ 1 യോഹന്നാൻ 3:3 പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ ഏതാ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മുമ്പേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം അവനോടുകൂടെ ദൈവത്തെ എതിരേൽപ്പാൻ, യേശുവിനെ എതിരേൽക്കാൻ മേഘത്തിൽ എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശ, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ പ്രത്യാശ, ആ ഹോപ്പുള്ളവരെല്ലാവരും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ ഈ മെസ്സേജ് നിങ്ങളെ നിർമ്മലീകരിക്കുന്ന മെസ്സേജാണ്. സ്തോത്രം. തന്നെത്താൻ നിർമ്മലീകരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വിശ്വാസത്തിൽ തന്നെ നിജപുത്രനായ തീമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് 1 തീമത്തിയോസ് 5:22 പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ തന്നെ നിർമ്മലനായി നീ സൂക്ഷിക്കണം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ കർത്താവ് ചേർക്കാൻ വരുന്നത് വക്രതയോടെ ജീവിക്കുന്നവരല്ല, തന്ത്രത്തോടെ ജീവിക്കുന്നവരെയല്ല, നിർമ്മലമായി ജീവിക്കുന്നവരെ ചേർക്കാനാണ് യേശു വരുന്നത്. അതാണ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ കാരാഗ്രഹത്തിലിരുന്നു കൊണ്ട് പൗലോസ് എഴുതിയത്. ഫിലിപ്പ് ലേഖനം 1:10-11. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിവാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും വീഴ്ചയ്ക്കായിട്ട് യേശു ക്രിസ്തുവിൻ്റെ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നിർമ്മലന്മാരായി തീരാൻ
യേശുക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലരായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിർമ്മലതയുടെ മെസ്സേജ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, പൗലോസ് തൊട്ട് തുടങ്ങിയതാണ്. 2 കൊരിന്ത്യർ 1:3 അതാ 11:3 പറയും, എന്നാൽ സർപ്പുവായത്താൽ ചതിച്ചതുപോലെ, ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വാശളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതേ പ്രിയരേശുവിൻ്റെ വരവ് അടുക്കലെത്തി നിൽക്കുമ്പോൾ നിർമ്മലരായി ജീവിപ്പാൻ ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ വിളിക്കുമ്പോൾ സമർപ്പിക്കാൻ തയ്യാറാണ്. കർത്താവേ, അങ്ങ് തരുന്ന നിർമ്മലതയിൽ ജീവിപ്പാൻ ഞാൻ തയ്യാറാണ്. നിർമ്മലന്മാരെ നിരസിക്കാത്ത ദൈവം, നിർമ്മലന്മാരെ വഴി നടത്തുന്ന ദൈവം, നിർമ്മലന്മാർക്ക് നല്ലവനായിരിക്കുന്ന ദൈവം, നിർമ്മലന്മാരുടെ സ്ഥിതിയെ മാറ്റുന്ന ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വലുതാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ ക്രമപ്പെടുത്തിയാൽ ഉറപ്പ് പറയാം, 100% ഉറപ്പ് പറയാം. മനുഷ്യരല്ല ഉയർത്തുന്നത്, മനുഷ്യരല്ല സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാനും അതിനനുസരിച്ച് ചൂടുകൾ വെക്കുവാനും നമുക്ക് കഴിയുന്നത് എത്രയോ ശ്രേഷ്ഠകരമാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവജന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിർമ്മലരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യോബ് പറഞ്ഞതുപോലെ എൻ്റെ പ്രാർത്ഥന നിർമ്മലമാണെന്ന് പറയാൻ എൻ്റെ വചനപ്രകാരം ജീവിതത്തെ നിർമ്മലീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ മെസ്സേജുകളുടെ സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് വഴി നടത്തണമേ. അവരെ അങ്ങ് നിരസിക്കത്തില്ലല്ലോ. അവർക്കവൻ നല്ലവനാണ്, അങ്ങ് നല്ലവനാണല്ലോ. അവർക്ക് സകലവും നന്മയ്ക്കാക്കി മാറ്റണമേ. നിർമ്മലരായി ജീവിപ്പാൻ സഹായിക്കണമേ. അങ്ങയുടെ വരവിൽ നിർമ്മലരായി തീരുവാൻ അങ്ങ് ഞങ്ങൾക്ക് നിർമ്മലത തരണമേ. പ്രാർത്ഥന കേട്ടേ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.